ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ വന്നത് എറണാകുളത്ത്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളിവിടെ പ്രണവുണ്ട്, പിന്നെ അബിയുണ്ട്. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഹേ ബോയ്. ഹായ് ബ്രോ. രാവിലെ എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക. പവറാക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്ന് മാത്രമല്ല, എല്ലാവരും ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ടല്ലേ. യെസ്. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിന്ന് കോയമ്പത്തൂർ മറ്റേ ആദിയോഗി ഈശാ സെൻ്ററില്ലേ. അതെ, കുറേ നാളുകളുള്ള ആഗ്രഹമായിരുന്നു ആദിയോഗി ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പോയി നോക്കാം. മഴയില്ലായിരുന്നു, ആദ്യമായിരുന്നു. നോക്കാം പോയിട്ട്. ഇത്ര നാളും വെയിലായിട്ട് മഴ വേണം മഴ വേണം മഴ പെയ്ത് നടക്കാൻ വയ്യ. ചാറ്റിലുണ്ട് ഇപ്പോഴും. അതെ അതെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടുന്ന് 193 കിലോമീറ്ററാണ് ഉള്ളത്. ഒരു 10-10:15 ആകുമ്പോൾ ചെല്ലും എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം 6:20 സമയം. ഒരു പമ്പിൽ പെട്രോളിക്കാൻ നിർത്തിയാണ്. എനിക്കൊന്ന് ഇപ്പം മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു. നല്ല പെയ്യും, നല്ല ശക്തി കുറവായിരുന്നാൽ മതിയായിരുന്നു. നല്ല രസം കാണില്ല. മഴയുണ്ട്, നല്ല അടിപൊളി റോഡ്. പക്ഷേ മഴ കാണാൻ പറ്റില്ലല്ലേ. ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയാണ്. ഒരു മിനിറ്റില്ല. അവിടെ മഴയില്ലായിരുന്നാ ഭാഗ്യം. ഒന്നും കാണുന്നില്ല. ഇതല്ലേ കുതിരാൻ തുരങ്കം. ഞാൻ ഫസ്റ്റ് ടൈം ആലപ്പുഴ നിൽക്കണേ. വർക്ക് കിടക്കുന്നുണ്ട്. ഒരു ടണ്ണിൽ കൂടെ വിടുന്നുണ്ട്. പിന്നെ 2 ടണ്ണുകൾ. കഴിക്കാൻ ശരണോനി നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തോ ആക്സിഡൻ്റ് ആണ്. ട്രാഫിക് ഉണ്ടോ, മൊത്തം ട്രാഫിക്കാണ്. കഴിക്കാം. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ അല്ലാതെ ഫുഡ്? പിന്നെ സൂപ്പർ അടിപൊളിയായിരുന്നു. ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹലോ തട്ടി തോളത്ത് കയറ്റിയതാ. മഴ മഴ വാ കയറാം. പക്ഷേ മാഗ്നേറ്റ് ആയിരിക്കും. നോക്കാം. പാലക്കാട് എത്താറുമ്പോൾ ഒരു അടിപൊളി മലയാണ്. അപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായി. ഈ പാലത്തിനപ്പുറം തമിഴ്നാട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ കയറിക്കൊണ്ടിരിക്കുക. കാഴ്ച. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. തമിഴ്നാട് ഇവിടുന്ന് ലെഫ്റ്റ് കോയമ്പത്തൂർ ടൗൺ. കോയമ്പത്തൂർ തമിഴ് ബിസ്. കോയമ്പത്തൂർ മഴ ചെയ്ത് കാരണം ഞങ്ങളൊരു കുട വാങ്ങുമെന്ന് വിചാരിച്ചില്ലേ. നീങ്ങാണ് നനഞ്ഞാലും. ഒരു പച്ച വാങ്ങിയാലോ? ഇത് കൊള്ളാം. പിന്നെ ഒരു പച്ചയും നമ്മൾ ഈശാ ഫൗണ്ടേഷനിലെത്തി. അതെ, മഴ ചെറുതായിട്ട് ചാർന്നു.
ഉണ്ട്, കണ്ടോ അതുണ്ടോ? ഇടില്ല, മഴയത്ത് അടിപൊളി. അതേപോലത്തെ ഒരു സെറ്റപ്പാണിത്. അടിപൊളി. രാത്രി കൂടെ നമുക്ക് കാണാം. എന്തോ ടിക്കറ്റ് ഉണ്ടോ എൻട്രി? ഇങ്ങനെ നമ്മൾ ഇഷ ഫൗണ്ടേഷനിലെത്തി. കൊള്ളാം. ഇവിടെ നിന്ന് ദൂരെ നിന്നുള്ള വ്യൂ അടിപൊളി. നല്ല മഴ, ചെറിയ മഴയേ ഉള്ളൂ. വാ, സൂപ്പർ. ചെറിയ ചാറ്റലും വ്യൂ, എൻ്റെ കൂടെ ചെറിയ കോടയുണ്ട്. അടിപൊളി. അബിയേ, മഴ തൂറുത്, കൊടയെടുക്കൂ. അതെ, ഇപ്പൊ മേടിച്ച ഫ്രഷ് കൊടയല്ലേ? സൂപ്പർ. പിന്നല്ല, അടിപൊളി വ്യൂ. ഇപ്പൊ ഫോട്ടോ സൂപ്പറാ. ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. അതാ മഴയത്ത് എന്നുള്ളൊരു പ്രത്യേകത. നല്ല മഴ ചാറുന്നുണ്ട്. അപ്പുറത്ത് ഓപ്പോസിറ്റ് നല്ല. ഇത് മഞ്ഞാണോ അതോ കോടയാണോ മേഘമാണോ? ആ, അയ്യോ ഇപ്പൊ ചള്ള വീണു. മഴയത്തെല്ലാം കാണാനൊക്കെ അടിപൊളി. പക്ഷെ ഈ ചള്ള കറന്ന് നടക്കാനും വണ്ടി വന്ന് ചള്ള തെറിപ്പിക്കുന്ന സഹിക്കാൻ പറ്റാത്ത പ്രകൃതി ഭംഗിയും മഴയെല്ലാം ഓക്കെ. ഞങ്ങളിപ്പോ ടോയ്ലറ്റിലൊന്ന് കേറി. പൊന്നോ, കേറിയിട്ടില്ല. തീരെ പറ്റാണ്ട് മാത്രം കയറി. എന്റെ പൊന്നോ, കണ്ണുകൊണ്ട് അൺസഹിക്കബിൾ. കണ്ണുകൊണ്ട് കാണണ്ടത് എന്തും. എന്റെ ഭഗവാന്, ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ? പറ എന്തോ കാണാൻ പോവാ? കടു. നമ്മൾ കുതിരയെ കാണാം. അതെ അതെ. ഇവിടെ ഇങ്ങനെ പെയ്ഡ് സർവീസ് ഉണ്ട്. നടക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെ മഴയായിട്ടോ ട്രാവലർക്കൊക്കെ ഇങ്ങനെ പോവാം. ഒരാൾക്ക് 10 രൂപ. നമ്മളിപ്പോൾ മഴയൊക്കെ ഉണ്ട്, പെയ്യ നടക്കാൻ വിചാരിച്ചു. പെയ്ഡ് വണ്ടി ആള് നിറഞ്ഞപ്പം നേരെ അങ്ങോട്ട് പോകും. നിങ്ങളെന്താ ഇവിടെ ഡിസ്കഷൻ? ഞങ്ങൾ ഇതിനെ പറ്റി ചർച്ച ചെയ്യും. നല്ല രസമില്ല ഈ സംഭവം കണ്ടാല് നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ ആണോ തോന്നുന്നത്? നമുക്ക് ആദ്യം നോക്കുമ്പോൾ സിമെന്റ് ആണെന്ന് തോന്നും. പക്ഷെ അത് സ്റ്റീലാ. അതെ അതെ. ഇത്ര 500 ടൺ സ്റ്റീല്. 500 ടൺ ഭാരമുണ്ട്, 112 അടി പൊക്കമുണ്ട്. അതെ, വേൾഡ് റെക്കോർഡും ഉണ്ട്. അതെ, ലാർജസ്റ്റ് സ്ട്രക്ചർ ആണോ സ്കൾപ്ചർ ആണോ? പോയി പോയി കൂടുതൽ ചോദ്യം ചോദിക്കരുത്, മനസ്സിലായില്ലേ? അത് മതി. സ്കൾപ്ചർ തന്നെയാ പറഞ്ഞത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ സ്റ്റീലാണ്? നമുക്ക് സിമെന്റോ കല്ലോ ആണെന്നല്ലേ തോന്നത്തുള്ളൂ. ഉണ്ടാക്കിയ ആളുടെ ഒരു മികവാണ്. സദ്ഗുരു ആണെന്ന് ഡിസൈൻ ചെയ്തേ. അടുത്ത് എന്ത് ഹൈറ്റാണെന്നറിയോ? നമ്മൾ മുമ്പേ കണ്ടില്ലാന്നോ പെയ്ഡ് സർവീസ്? അത് ഇലക്ട്രിക്കോ പെട്രോളോ? ഇത് കണ്ടോ, കാളവണ്ടി. അടിപൊളി. അവിടെ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. ഇവിടെ കറക്റ്റ് അറിയില്ല, നോക്കാം. അവിടെ പോയിക്കാൻ നമുക്ക് ഫുള്ള് സൈലൻസിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് ഇവിടെ. രുദ്രാക്ഷമാർ ഇത്രയും വലുത്, അത് മൊത്തം ഒറിജിനൽ രുദ്രാക്ഷം തന്നെ. അതിന് ഫുള്ള് സെറ്റാക്കി വെച്ചേക്കുക. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അസാധ്യ ഫ്രെയിമുകളാണ്. ഇത് കണ്ടോ, എന്നാൽ ഇഷ്ടം പോലെ ഫ്രെയിമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാച്യു.
ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു മെഡിക്കൽ സെൻ്റർ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ മുന്നോട്ട് അങ്ങോട്ട് പോവാം. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോയി ധ്യാനിച്ചു. പ്രണവേ, ധ്യാനിച്ചാലല്ലേ നീ നന്നാവോടാ? എനിക്കൊരു പ്രതീക്ഷയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതെ അതെ അതെ. എനിക്ക് സ്ഥിരത വെച്ചാലോ അതെ ബുദ്ധി സ്ഥിരത ഇല്ലാത്ത ചെറുക്കനാണ്. നമ്മള് കാളവണ്ടിക്കാ പോന്നല്ലേ? നടന്നു പോകുന്ന കാളവണ്ടിക്ക് പോന്നു. കാളവണ്ടിക്ക് പോവാം. കാളവണ്ടി യാത്ര. നമുക്ക് കാളവണ്ടിക്ക് പോവാം. അപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയുടെ കൂട്ട് തന്നെ ഇതിനും ഫീസ് ഉണ്ട്. ഇതിനും സെയിം 10 രൂപ തന്നെ അല്ലേ? 10 രൂപ. അങ്ങനെ 3 പേർക്ക് 30. അതെ. അപ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടി. നമുക്ക് 3 രൂപ ഇവിടെ ഇരിക്കാം. നമ്മൾ ഇതുപോലൊരു കാളവണ്ടിയിലാണ് നമ്മളും പോകുന്നത്. നോക്കുന്നടാ. അടിപൊളി വ്യൂ ഉണ്ട്. നല്ല മഴയും കോടയോ മഞ്ഞോ ക്ലൗഡോ എന്തോ നല്ല ക്ലൈമറ്റാണ്. അതിൻ്റെ കൂടെ കാളവണ്ടി. വെയിലത്ത് പോകുന്ന പൊരിഞ്ഞു വേനെ ഇത് ക്ലൈമറ്റ്. അതെ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നീ ആദ്യമായിട്ടല്ലേ? മഴ നനയാൻ റെഡി ആണെങ്കിൽ ഈ സമയത്ത് വന്നാൽ ജൂൺ മെയ് ഈ സമയത്ത് നനഞ്ഞ് അടിപൊളിയാണ്. ചൂട് കൊടുക്കത്തില്ല, ഒന്നും നനയാങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് എനിക്കൊന്ന് അവിടെ അല്ലേ? അവിടെ വരെ പോകണം. നമ്മൾ ഈ കാണുന്ന മലയില്ലേ, ഈ മലയുടെ അപ്പുറം കേരളമാണ്. ഇത് തമിഴ്നാട്, ഇത് കോയമ്പത്തൂർ. അതിനപ്പുറം നമ്മുടെ കേരളം. ഇതാണ് ധ്യാനലിംഗയുടെ എൻട്രൻസ്. ഇതിനുള്ളിൽ കൂടെ അകത്തോട്ട് പോകണം. ഇവിടെ നമുക്ക് സെൽഫോൺസ്, അങ്ങനത്തെ ഹാൻഡ് ബാഗ് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഫ്രീ ആയിട്ട് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒന്നുമില്ലാതെ വേണം പോകാൻ. കയ്യിൽ ഒന്നും കാണരുത്. മീൻസ് അവിടെ നമ്മൾ ഫുൾ മെഡിറ്റേഷൻ ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത്. ഫുൾ സൈലൻസ് ആയിരിക്കണം. ഇവിടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫോണും അങ്ങനെ പേഴ്സ്, ബാഗ് അങ്ങനെ എല്ലാം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം. ഈ ഡിപ്പോസിറ്റ് ചെയ്യണം നല്ല ക്യൂ ഉണ്ട്. ഇത് ഫ്രീ സർവീസാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം ഡിപ്പോസിറ്റ് ചെയ്യാൻ. എല്ലാം ഉണ്ട്. എനിക്കില്ല മൊബൈൽ ഫോൺസ് എന്തായാലും അകത്ത് കയറ്റാൻ പറ്റില്ല. ബാക്കി നമുക്ക് നോക്കാം ഇതെന്താ. ഞാൻ അകത്ത് കയറിയിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ മൂന്നും അതിനകത്ത് പോയായിരുന്നു. ഇപ്പം അതിനകത്ത് മൊബൈലും പറ്റില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല. പക്ഷേ ചെറിയ പേഴ്സ് പറ്റും. വലിയ ബാഗ് കൗണ്ടർ ഡിപ്പോസിറ്റ് ചെയ്യാം. എല്ലാം ഫ്രീയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ യോഗ സെൻ്റർ ആണ്. അതെ അതെ. മെഡിറ്റേഷൻ ചെയ്യാൻ വേണം. അതിനകത്തൊരു ധ്യാനലിംഗം എന്നൊരു ശിവലിംഗം ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയിട്ടൊരു 10 മിനിറ്റ് ആൾക്കാരെ കൊണ്ടിരുത്തും. നമ്മളൊന്നും മിണ്ടാൻ പാടില്ല, ഫുൾ സൈലൻസ് ആയിരിക്കണം. അതെ, 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും നല്ല വെച്ചാൽ മൊബൈലും എല്ലാം മാറ്റി 10 മിനിറ്റ് സമാധാനമായിട്ട് ആരും മിണ്ടത്തില്ല, എല്ലാവരും സൈലൻസ് ആയിരുന്നു. സ്റ്റാച്ചു കാണാൻ അതെ, അവിടെ പോവാൻ അടിപൊളിയായിരിക്കും. അതെ, എല്ലാം ഫ്രീയാണ്. അപ്പോൾ ആ പൈസ അങ്ങനൊന്നും കൊടുക്കണ്ട, എല്ലാം ഫുൾ ഫ്രീയാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് കെയർ ചെയ്യണം. അവരെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അവർ എപ്പോഴും പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. എന്തായാലും നല്ല എക്സ്പീരിയൻസാണ്. ഒരു വ്യൂ നമ്മുടെ നാട്ടിൽ എത്ര നോക്കിയാലും ഇപ്പോൾ കിട്ടത്തില്ല അല്ലേ? ഇത് നമ്മൾ മുമ്പേ പോയ കാളകളെല്ലാം ഒരു റെസ്റ്റിന് വെച്ചേക്കും. മലക്കാതെ ചുറ്റപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു ഏരിയ ഇല്ലാത്തത്. അതെ, ഇത് കൃഷിയുള്ള സ്ഥലം ഉണ്ട്. നെല്ലിട്ടേക്കുന്നുണ്ടല്ലേ, നെൽപ്പാടങ്ങളാ. ഞങ്ങൾ വന്ന കാലാവസ്ഥയിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. ചാറ്റൽ മഴ എല്ലാം പോയി, നല്ല തെളിഞ്ഞ ആകാശമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ക്ഷീണം വരത്തില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ എല്ലാം കണ്ട് നല്ലൊരു യാത്രയായിരുന്നു. മഴയും അല്ലേ, അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചില്ല ആരും. അതെ, സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിലല്ല, ഫ്ലാറ്റിലോട്ട് പോവാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഞങ്ങൾ ബൈ പറഞ്ഞെങ്കിലും ഞങ്ങൾ പിന്നെയും വന്നു. നമ്മളിപ്പം വടക്കുന്നാഥനെ തൊഴാൻ വന്നു അല്ലേ? വടക്കുന്നാഥനെ തൊഴാൻ വേണ്ടി വന്ന. അതെ അതെ, ഞാൻ പണ്ടെപ്പോഴോ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ശരത്തിയാണുണ്ട്. ശരത്തിയാട്ടൻ ഋഷിയുടെ ഫോട്ടോ ഉണ്ട്. ഒടുവിലുണ്ട് ഫോട്ടോഷൂട്ടാണ്. അല്ല, ഞങ്ങളൊരു ഫോട്ടോ കൂടെ വന്നതിൻ്റെ ഒരു തെളിവ് വേണ്ട, വടക്കുന്നാഥനിൽ വന്നു എന്നുള്ളത്. ഹലോ, വടക്കുന്നാഥനെ തൊഴാനായിട്ട് നമ്മൾ തൃശ്ശൂരിൻ്റെ മണ്ണിൽ വന്നിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തൊഴാം.
ഞങ്ങൾ വടക്കുന്നാഥന് തൊഴുത് കഴിഞ്ഞിട്ട് ഇനിയും പാറമേക്കാവിലോട്ട് പോവാം. കൊള്ളാം, സൂപ്പറായിരുന്നു. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് കൊച്ചിലെ വന്നിട്ടുണ്ട്, എന്നാലും ഓർമ്മയില്ലായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം ഞാൻ വന്ന് കാണുന്നത്. സൂപ്പർ, അടിപൊളി. ഭാഗത്തൊക്കെ ആർക്കിടെക്ട് എന്തുവാണ് പക്കാന്ന് വെച്ചാൽ അതെ അതെ, എത്ര വർഷങ്ങൾ മുമ്പുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ട് കേട്ടോ, സൂപ്പർ അല്ലേ? കേരളത്തിൽ ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അമ്പലം. അതെ അതെ അതെ, സൂപ്പർ. അതെ, വെറുതെ അല്ലല്ലോ യുനെസ്കോ അംഗീകരിച്ചത്. ഞങ്ങൾക്ക് തൃശ്ശൂർ മൊത്തം കാണിച്ചു തന്നെ നമ്മുടെ ശരത്തേണ്. നീ കണ്ടു തീർന്നിട്ട് തൃശ്ശൂര് എന്നാലും നമ്മുടെ തൃശ്ശൂരെ മെയിൻ ആണല്ലോ ഇപ്പൊ കണ്ടു തീർന്നത്. നിങ്ങൾ ഈ ഓട്ടപ്രദക്ഷിണം പോലെ അല്ല, നന്നായി കാണണം. വടക്കുന്നാഥനെ തൊഴണമെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂർ വേണം. നമ്മളിപ്പോ ശീഘ്ര ദർശനം. അതെ അതെ. പാറമേക്കാവ് പിന്നെ അടുത്തത് പാറമേക്കാവ് ദേവീക്ഷേത്രത്തിൽ വന്നതാണ്. പിന്നെ ഇവിടെ തൊഴാം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, പാറമേക്കാവ് വരുമ്പം മുണ്ടെടുത്തിട്ടേ വരാവും. പാൻറ് ഇട്ട് വരല്ലേ, ടീഷർട്ട് വരല്ലേ, ഷോർട്സ് ഇട്ട് വരല്ലോ, ഒന്നും വരല്ലേ, മുണ്ടെടുത്ത് വരണം. അതെ, അല്ലേ വെളി നിൽക്കേണ്ടി വരും തൊഴ, അകത്ത് കയറാൻ പറ്റില്ല. വരുന്നവർ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ രാത്രി ഫുഡ് അടിക്കാൻ ഹോട്ടൽ ഭാരതി വന്നു. ഭാരതി ഇവിടുത്തെ ഫേമസ് എന്നാ പറഞ്ഞത് അല്ലേ? ശരത്തിയാണ്ടും പറഞ്ഞു, ശിവ ചേച്ചിയും പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കയറി കഴിക്കാം. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇങ്ങനെ നമ്മൾ ഹോട്ടൽ ഭാരതി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയും പോവാണ് തിരിച്ച് ഫ്ലാറ്റിലോട്ട്. ഇനി ശരിക്കും ഫ്ലാറ്റിലോട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും ശരത്തിയേട്ടൻ വടക്കുന്നാഥനിലും പാറമേക്കാവിലും എല്ലാം കൊണ്ട് എല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തോട്ട് പോവാണ്. വണ്ടിക്കൊരു മഴ പെയ്യാൻ തുടങ്ങി. ബാക്കി അന്നേരം മഴ പെയ്തില്ല, അതുകൊണ്ടെല്ലാം നല്ലതായിരുന്നു. ഇനി അപ്പോൾ തിരിച്ച് എറണാകുളത്തോട്ട് പോവാം. ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളക്കെട്ട. അവിടെ പിന്നെ മഴ പെയ്താൽ പെട്ടെന്ന് കയറുമല്ലോ, അങ്ങനെ റോഡൊക്കെ ഇപ്പോൾ വെള്ളത്തിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, നടന്നില്ല. വെള്ളം പോകാൻ സ്ഥലം വേണ്ടി. അപ്പോൾ സമയം 11:30 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വന്നത്. ഉച്ചയ്ക്ക് ബൈ ബൈ പറഞ്ഞാ. അപ്പോൾ ആ ബൈ ബൈ നീണ്ട് ഇപ്പോൾ രാത്രി 11:30 ആയി. അപ്പോൾ ശരിക്കും ബൈ ബൈ. അടുത്ത അടിച്ച് എൻ്റെ വല്ല ഉറക്കപ്പിച്ചില്ല. ഓക്കെ, ബൈ.